ഒരു നീച്ച ജീവികളായി അവരെ സമൂഹം കാണുകയാണ്. ഇത് ഈ രൂപത്തിൽ ചിത്രീകരിക്കുവാൻ ശ്രമിച്ചിട്ടും പക്ഷേ മതപണ്ഡിതന്മാർക്ക് 50% സ്വാധീനം ഇസ്ലാമിക സമൂഹത്തിലുണ്ട്. ഇത് 100% ആക്കിയെടുക്കുക എന്നതാണ് അഹ്ലുസുന്നത്തിന്റെ ലക്ഷ്യം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതിന് നമ്മുടെ മതപണ്ഡിതന്മാർ മതവിദ്യാഭ്യാസത്തോടൊപ്പം സ്കൂൾ വിദ്യാഭ്യാസവും അവർക്ക് ലഭിക്കണം. മർക്കസ് സഖാഫത്ത് സുന്നിയ ശരീഅത്ത് കോളേജ് അൽഹംദുലില്ലാഹ് ഈ പ്രാവശ്യം പുതിയൊരു കോഴ്സ് ആരംഭിച്ച വിവരം സഖാഫികളെ അറിയിക്കുമ്പോൾ അവർ വീണ്ടും പഠിക്കട്ടെ എന്ന് ആഗ്രഹം പ്രകടിപ്പിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇനി പോയവരെ വീണ്ടും പ്രവേശിപ്പിക്കുകയില്ല. അതായത് അവരുടെ പഠനത്തിന് ശേഷം അവർക്ക് ഏതെങ്കിലും ഒരു തൊഴിൽ കൂടി പരിശീലിപ്പിക്കുന്ന ഒരു സംവിധാനം, ഒരു കോളേജ് ജിദ്ദയിലെ ഒരു സഹോദരൻ അത് സ്പോൺസർ ചെയ്തിരിക്കുകയാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. 2 വിദ്യാഭ്യാസവും നമ്മുടെ മതപണ്ഡിതന്മാർക്ക് ലഭിച്ചാൽ ഇന്നുള്ളതിനേക്കാൾ ക്രെഡിറ്റ് കിട്ടും. ഒരു കൈ കൊണ്ട് ഇംഗ്ലീഷിലും മറ്റേ കൈ കൊണ്ട് അറബിയിലും സംസാരിക്കാൻ, അതെ, കൈകൊണ്ട് പ്രസംഗിക്കാൻ, നാവ് കൊണ്ട് എഴുതാൻ, നാവ് കൊണ്ട് ചിലപ്പോൾ ഓർക്കാറുണ്ടല്ലോ, അതുപോലെ കഴിയുന്ന പണ്ഡിതന്മാർ സമൂഹത്തിൽ വരണം. മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സംസ്കരണ പ്രവർത്തനത്തിന്റെ ഭംഗി ചിന്തിച്ചു നോക്കൂ. ഓ, എന്തൊരു സ്നേഹമാണ്! അതാ സമരം കഴിഞ്ഞ് ആളുകൾ പിരിഞ്ഞു പോകുമ്പോൾ ഒരു സഹോദരി വഴിയോരത്ത്, ആ വഴിയോരത്ത് നിൽക്കുന്ന സഹോദരിയോട് ആരോ പറഞ്ഞു, ഉമ്മ, നിങ്ങളുടെ ഭർത്താവ് മരണപ്പെട്ടിരിക്കുന്നു. നിസ്സംഗത, പൂർണ്ണമായ നിസ്സംഗത. സഹോദരി, നിങ്ങളുടെ പ്രിയപ്പെട്ട മകൻ മരണപ്പെട്ടിരിക്കുന്നു. നിസ്സംഗത. മകനും ഭർത്താവും ബാപ്പയും മരണപ്പെട്ടിരിക്കുന്നു, നിങ്ങളുടെ സഹോദരനും മരണപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ സഹോദരിക്ക് നിസ്സംഗത, ഒരു പ്രശ്നവുമില്ല. ആ സഹോദരി ചോദിക്കുന്നു, വമാ ഹാലുർ റസൂലി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ നേതാവായ റസൂലുള്ളാഹിന്റെ സ്ഥിതി എന്താണ്? കുല്ലു അംറിൻ ബഅദക ജലൽ, കുല്ലു അംറിൻ ബഅദക ജലൽ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒന്നും പറ്റിയില്ലേ? എനിക്കൊന്നും പ്രശ്നമല്ല. പടച്ചവനെ, എങ്ങനെ റസൂലുള്ള സ്വന്തം മാതാവിനേക്കാൾ, പിതാവിനേക്കാൾ, സഹോദരനേക്കാൾ ആ സ്വഹാബത്തിന്റെ ഹൃദയത്തിൽ കടന്നുകൂടി. ഞാൻ ആ വിഷയം കുറെ അന്വേഷിച്ചു, കുറെ ചിന്തിച്ചു. ഇങ്ങനെ ഉണ്ടാവോ? എങ്ങനെ സങ്കല്പിക്കുക? നമ്മളെ പോയി ഈ ദുആ ചെയ്യുന്ന, ഈ പ്രസംഗിക്കുന്ന എന്നോട് നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണ് പ്രസംഗിക്കുമ്പോൾ. അർഹു മി കെ ഹസൻ മുസ്ലിയാർ ഒരിക്കൽ പറഞ്ഞു, പ്രസംഗിച്ച് കഴിഞ്ഞ ഉടനെ പ്രസംഗകൻ ആ സ്ഥലത്ത് നിന്ന് മാറിക്കൊള്ളണം, അതാണ് ഇസ്സത്ത്. എവിടെ പ്രസംഗത്തിന് പോയാലും ബഹുമാനപ്പെട്ട മർഹൂം മി കെ ഹസൻ മുസ്ലിയാർ ആ പ്രസംഗിച്ച മഹലിന് പ്രസംഗം കഴിഞ്ഞ ഉടനെ അവിടെ സ്ഥലം വിടും. അവിടെ കിടക്കാൻ സൗകര്യം ഉണ്ടെങ്കിൽ തന്നെ തൊട്ടടുത്ത മഹലിൽ സ്ഥലം മാറുകയാണ്. കാരണം അദ്ദേഹം പറഞ്ഞ വിഷയങ്ങൾ പലതും പ്രാവർത്തികമാക്കാൻ ഒരുപക്ഷെ ആ മഹലിൽ അദ്ദേഹത്തിന് കഴിയൂല. അപ്പൊ അതൊരു വിമർശനായി മാറും. ലേശം അങ്ങോട്ട് മാറിയാലോ ബേജാറ് തീർന്നു. അതുപോലെ പ്രസംഗിക്കുന്ന എന്നോടൊരു പക്ഷേ നിങ്ങൾക്ക് ഇപ്പോൾ ഇഷ്ടമായിരിക്കാം. പക്ഷേ ആ പ്രഭാഷണം കഴിഞ്ഞ് ഞാൻ റോഡിലിറങ്ങി, എനിക്ക് മഴ പെയ്യുന്നു, എന്റെ കയ്യിൽ കുടയില്ല എങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള കുട നിങ്ങൾക്ക് വേണ്ടിയാണോ നിങ്ങൾ ഉപയോഗിക്കുക? ആ കുട നിങ്ങൾ എനിക്ക് വിട്ടുതരുമോ? നിങ്ങൾ പറയുന്ന മറുപടി, പിന്നെ നമ്മൾ പോവുക, ഉസ്താദിന് വേറെ ആരെങ്കിലും കുടയായിട്ട് വരും. ഉസ്താദിന് വേറെ ആരെ കുട കൊണ്ടുവരാൻ സാധ്യത ഉണ്ട്, കാരണം ഒരു ബഹുമാനമുള്ള ആളാണല്ലോ. അങ്ങനെ എല്ലാവരും കരുതി ആ സാധു മനുഷ്യൻ അവിടെ ഇങ്ങനെ ഇപ്പോഴും ബസ് സ്റ്റാൻഡിൽ നിൽക്കുകയാണ്. എത്രയോ കൊല്ലമായി ഇപ്പോഴും അയാൾ ബസ് സ്റ്റാൻഡിലാണ്. ഉസ്താദ് പോവാതെ അവിടെ കൂടുകയാണ്. അങ്ങനെ ദുബൈയിൽ അവശേഷിച്ചു പോയ ആളുകളുണ്ട്. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഇതാണ് ആധുനിക സമൂഹത്തിലെ പണ്ഡിതന്മാരെങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം എന്താ പറയുന്നത്? റസൂലുള്ളാഹിന്റെ സ്ഥാനം എത്രയാണ്? ആ നബി അല്ലാഹു മഖ്ഫൂലതൻ അബദൻ മിൻഹും ബിഖൈരി അബി വഖൈരി ബഅലിം ഫലം തൈതം ഫലം തൈമി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദ അലാ ഹബീബിക മഖ്ഫൂലതൻ അബദൻ മിൻഹും ബിഖൈരി അബി വഖൈരി ബഅലിം ഫലം തൈതം ഫലം തൈമി. ഇമാം ബൂസിരി അദ്ദേഹത്തിന്റെ ബുർദയിൽ പറയുന്നു, മഖ്ഫൂലതൻ അബദൻ മിൻഹും ബിഖൈരി അബി, ഏറ്റവും നല്ല പിതാവിനെ കൊണ്ട്
നബിയുടെ കാലഘട്ടത്തിലുള്ള സമൂഹം സുരക്ഷിതരായിരുന്നു. ബാപ്പയില്ല എന്ന പരാതി നബിയുടെ കാലത്ത് ഒരു കുട്ടിയും പറയുകയില്ല. മദീനയിൽ മുഹമ്മദ് നബിയുടെ കാലഘട്ടത്തിൽ ആ സമൂഹത്തിലെ കമ്മ്യൂണിറ്റിയിലെ ഒരു കുട്ടി പോലും പറയില്ല എനിക്ക് ബാപ്പല്ല എന്ന് പറയില്ല. കാരണം ആ കുട്ടിയുടെ ബാപ്പ ആരാണ്? സയ്യിദുൽ ബശർ ത്വഹ റസൂലുള്ളാഹ്. മാ കാന മുഹമ്മദുൻ അബാ അഹദിൻ മിൻ റിജാലിക്കും. ആ കാലഘട്ടത്തിലെ സെയ്ദ് ഇബ്നു ഹാരിസ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, ആ യുവാവിന് ബാപ്പ ഉണ്ടെങ്കിലും ബാപ്പയുടെ അടുക്കൽ നിന്ന് കുട്ടി ഒളിച്ചോടിയിട്ട് അഭയം പ്രാപിക്കുന്നത് എവിടെ? റസൂലുള്ളാഹിയുടെ സമീപത്താണ്. പള്ളിയിൽ ഉസ്താദിന്റെ അടുത്ത് ഓതുന്ന കുട്ടി, ഉസ്താദുമാരുടെ അടുത്ത് കിതാബ് ഓതി പഠിക്കുന്ന മുതഅല്ലിം, ആ മുതഅല്ലിമ് ബാപ്പയുടെ സമീപത്താണോ കൂടുതൽ സമയം ചെലവഴിക്കുക, ഉസ്താദിന്റെ അടുത്താണോ സമയം ചെലവഴിക്കുക? മറുപടി വളരെ വ്യക്തമാണ്. അവരധികം സമയം ചെലവഴിക്കുന്നത് ഗുരുവിന്റെ സമീപത്താണ്, ഉസ്താദിന്റെ സമീപത്താണ്. ബാപ്പയുടെ സമീപത്തൊന്ന് പോയി വരികയുള്ളൂ. അവര് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്താണ് സെയ്ദ് എപ്പോഴും ഉണ്ടാവുക. അങ്ങനെ മദീനത്തുള്ള ആളുകൾ പറയാൻ തുടങ്ങി, മുഹമ്മദ് നബിയെ പറ്റി അവർ പറഞ്ഞു അബൂ സെയ്ദ് ഇബ്നു ഹാരിസയുടെ പിതാവാണെന്ന് റസൂലുള്ളാഹിയെ പറ്റി അവർ പറയാൻ തുടങ്ങി. ഈ ഒരു പിതാവിനേക്കാൾ സ്നേഹം എങ്ങനെ നബി നേടിയെടുത്തു എന്ന വിഷയത്തെപ്പറ്റി ഞാനിങ്ങനെ കുറെ കാലം ചിന്തിച്ചപ്പോൾ, ഞാൻ ചിന്തിക്കേണ്ട വിഷയമൊന്നും അല്ലത്, കിതാബിൽ നേരെ